ഈ വീഡിയോയ്ക്ക് നമ്മൾ 100 വ്യൂസാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എല്ലാ കുട്ടികളും അവരവരുടെ ഫോൺ അന്വേഷിച്ച് നടക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ഇതിനിടയിൽ കുറേ കുട്ടികൾ മരിച്ചു വീഴുന്നതും അവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്നതും നമുക്ക് കാണാം. എന്നാൽ കുറച്ച് കുട്ടികൾക്ക് ഫോൺ കിട്ടിയിട്ടും അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കൺഫ്യൂഷനിലിരിക്കുകയാണ്. ഇതിനിടയിൽ സോമി യൂൻഹയ്ക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. സോമിയെ പിന്തുണച്ച് മറ്റുള്ളവരും യൂൻഹയ്ക്ക് വോട്ട് ചെയ്യുന്നു. ദേഷ്യം വന്ന യൂൻഹ ഞാനൊരു മാഫിയ അല്ലെന്നും സാധാരണക്കാരനാണെന്നും കരഞ്ഞു വിളിച്ച് എല്ലാവരോടും പറയുന്നുണ്ട്. വോട്ട് ചെയ്യാത്തവരാരും യൂൻഹയ്ക്ക് വോട്ട് ചെയ്യരുതെന്നും എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ചെയ്യാനും യൂൻസിയോ എല്ലാവരോടും പറയുന്നു. എന്നാൽ ഇതിനിടയിൽ കിം ജോൺ നേരത്തെ ദേഷ്യത്തിൽ വന്ന് ഹിയോൻ ഹൂണിന്റെ ഫോൺ എടുത്ത് വലിച്ചെറിയുന്നതും ഹിയോയോൻ തൂങ്ങി മരിക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ അനൗൺസ് വരികയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി യൂൻഹ ഈ കളിയിൽ നിന്നും ഔട്ടായെന്നും യൂൻഹ ഒരു സാധാരണക്കാരനാണെന്നും അനൗൺസ് വന്നു. ഇതിനെ തുടർന്ന് യൂൻഹ എല്ലാവരോടും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് ഞാൻ ഒരു മാഫിയ അല്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് യൂൻഹ പുറത്തേക്ക് ഓടിപ്പോകുന്നതും മ്യൂസിക് പ്ലേ ആകുന്നതും എല്ലാ കുട്ടികളും ഉറങ്ങി വീഴുന്നതും നമുക്ക് കാണാം. അടുത്ത ദിവസം ഒരാൾ ഒരു സ്റ്റുഡന്റിനെ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നത് കണ്ടാണ് യൂൻസിയോ ഇറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. എന്നാൽ തൊട്ടടുത്തുണ്ടായിരുന്ന ജൂ യങ്ങിനെ മാഫിയ കൊന്നുവെന്നും അവൾ ഒരു സാധാരണക്കാരാണെന്നും അനൗൺസ് വന്നു. ഇന്നലെ വോട്ടിംഗ് അവസാനിക്കുന്നതിന് മുന്നേ ഡോക്ടറായ ഒരാൾ ചായു ജങ്ങിനെ നോമിനേറ്റ് ചെയ്തെന്ന അറിയിപ്പ് വരികയും ഇനി മാഫിയയെ കണ്ടെത്തി വോട്ട് ചെയ്യാനുള്ള സമയമാണെന്നും അറിയിപ്പ് വന്നു. ഇതിനൊക്കെ കാരണം ജുൻഹിയാണെന്നും ജുൻഹിയാണ് ഇന്നലെ ആർക്കും വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇത്രയും കുട്ടികളെ കൊലക്കി കൊടുത്തതെന്നും എല്ലാ കുട്ടികളും ജുൻഹിയെ കുറ്റം പറയുകയാണ്. എന്നാൽ ബിന്നിലേക്ക് മൊബൈൽ ഇടാൻ പറഞ്ഞ കിം ജോണും ഇപ്പോൾ ജുൻഹിയെ കുറ്റം പറയുകയാണ്. ഇതിനെ തുടർന്ന് വിഷമത്തിലായ ജുൻഹി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ യൂൻഹ മരിച്ചു കിടക്കുന്നത് അവൻ കാണുന്നു. ജുൻഹി നേരെ പോയി ബൗണ്ടറിക്ക് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിന് കഴിയാതെ അവിടെ ഇരുന്ന് കരയുകയാണ് ജുൻഹി. എല്ലാ കുട്ടികളോടെ വഴക്ക് കൂടുകയാണ്. എന്നാൽ കിം ജൂൺ ഇന്നലെ അവന്റെ മൊബൈൽ മാത്രം അവൻ കയ്യിൽ പിടിച്ചതിനാൽ ജങ് ബൂൺ അവന് നല്ല സംശയമുണ്ട്. എന്നാൽ ജുൻഹി പറയുന്നത് കേട്ട് അവൻ അവന്റെ ഫോൺ പിന്നിലിടാൻ അത്ര മണ്ടനല്ലെന്നും അവൻ ഈ ഗെയിം ബുദ്ധിക്ക് കളിച്ചതാണെന്നും എല്ലാവരോടും പറയുന്നു. എന്നാൽ ഇപ്പോൾ വഴക്ക് കൂടാനുള്ള സമയമല്ലെന്നും ഈ ഗെയിം നടത്തുന്ന ആളെ കണ്ടുപിടിക്കാനുമാണ് യൂൻസിയോ എല്ലാവരോടും പറയുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും മരിച്ചവരുടെ ബോഡി ഫ്രീസറിൽ വെക്കാമെന്നും പറയുകയാണ് യൂൻസിയോ. എന്നാൽ ഇതിലൊന്നും ഒരു ബന്ധമില്ലാത്ത പോലെ നടന്നു പോവുകയാണ് കിം ജോൺ. അങ്ങനെ മറ്റു കുട്ടികളെല്ലാവരും കൂടി മരിച്ച കുട്ടികളുടെ ബോഡി ഫ്രീസറിൽ കൊണ്ടുവെക്കുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി വിഷമിക്കേണ്ടെന്ന് യൂൻസിയോ ജുൻഹയിനോട് പറയും. ഇപ്പോൾ ഫ്രീസർ റൂമിൽ യൂൻസിയോ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ബോക്സ് വീഴുന്ന സൗണ്ട് കേട്ട് അവൾ അവിടെയൊക്കെ നോക്കുമ്പോൾ ഒരു വഴി അവൾ കണ്ടു. അവൾ ആ വഴി നോക്കുന്ന നേരത്തെ പെട്ടെന്ന് അവളുടെ ഫ്രണ്ടിലേക്ക് ഒരു പ്രേതം പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് അവൾ അല്ലാതെ പേടിച്ചു പോയി ഓളിയിട്ട് കരയുകയാണ്. ശബ്ദം കേട്ട് എല്ലാ കുട്ടികളും ഓടി വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ നിലത്ത് ബോധം കെട്ട് കിടക്കുകയാണ്. പിന്നെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ നേഴ്സ് റൂമിലാണ്. കൂടെ തന്നെ നാഹിമുണ്ട്. ഹ്യൂൻഹോ മരിച്ച വിഷമത്തിലാണ് ഇപ്പോഴും നാഹി. ഇതേ നേരത്തെ എല്ലാ കുട്ടികളും ഗെയിമിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും പറഞ്ഞു എല്ലാവരുടെയും റോളുകൾ അവർ എല്ലാവരോടും പറയണമെന്നും. പക്ഷേ എല്ലാ കുട്ടികളും അത് നിരസിച്ചു. ഇന്നലെ മരിച്ചവരൊക്കെ സാധാരണക്കാരായതിനാൽ ജുൻഹി തന്നെയാണ് മാഫിയ എന്ന് പറയുകയാണ് കിം ജോൺ. കാരണം അവനാണല്ലോ എല്ലാ കുട്ടികളോടും വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പരസ്പരം എല്ലാ കുട്ടികളും അവരുടെ സംശയം പങ്കുവെക്കുകയാണ്. എന്നാൽ യൂൻഹയ്ക്ക് ആദ്യം വോട്ട് ചെയ്തത് സോമിയാണെന്ന് യൂൻഹ എല്ലാവരോടും സോമിയാണ് മാഫിയ എന്നും പറഞ്ഞത് ഒരു സ്റ്റുഡന്റ് എല്ലാവരോടും പറയുന്നു. കാരണം ഇവളാണ് ഡോങ്കിയോനെ കൊന്നത്. ഏറ്റവും ഒടുവിൽ കിം ജോണിന്റെ നേരെയും വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഇന്നലെ നീ എന്തിനാണ് ആരും അറിയാതെ നിന്റെ ഫോൺ മാത്രം ഒളിപ്പിച്ചു വെച്ചതെന്നും ഞങ്ങളെല്ലാവരും മരിച്ചാൽ നിനക്ക് ഒറ്റയ്ക്ക് ജയിക്കാമെന്നുമാണ് യൂറാം എല്ലാവരോടും കൂടി പറയുന്നത്. എന്നാൽ നീയല്ലേ യൂജിങ്ങിനെ കഴുത്ത് ഞെരിച്ചു നീ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് നിരസിച്ചത് കാരണമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കിം ജോൺ. അങ്ങനെ കിം ജോൺ വൂറാമിന് വോട്ട് ചെയ്യുന്നതും അവന്റെ 2 കൂട്ടുകാരും വൂറാമിന് വോട്ട് ചെയ്യുന്നതും നോട്ടിഫിക്കേഷൻ എല്ലാ കുട്ടികളുടെ ഫോണിൽ വരികയാണ്. മറ്റുള്ള എല്ലാവരോടും വൂറാമിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു പോവുകയാണ് കിം ജോൺ. എന്നാൽ ജുൻഹയും വൂറാമും എല്ലാ കുട്ടികളെയും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നു. എന്നാൽ എല്ലാവരും പുറത്തേക്ക് പോകുന്ന നേരം കുറച്ച് കുട്ടികൾ വൂറാമിന് വോട്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷനും വാണിങ്ങും എല്ലാവരുടെ ഫോണിലേക്കും വരികയാണ്. നേരത്ത് വൂറാമിന് വോട്ട് ചെയ്യാത്ത മറ്റു കുട്ടികളോട് കിം ജോണിന് വോട്ട് ചെയ്യാൻ വൂറാം പറയുന്നുണ്ട്. വൂറാം എല്ലാവരോടും കിം ജോണിന് വോട്ട് ചെയ്യാൻ പറയുകയാണ്. കുറച്ച് കുട്ടികൾ കിം ജോണിനും വോട്ട് ചെയ്യുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ എല്ലാം കിം ജോണും കൂട്ടുകാരും കണ്ടപ്പോൾ അവർക്ക് കലി കയറുകയാണ്. ഇനി ജീസോയും യൂജങ്ങും മാത്രമാണ് വോട്ട് ചെയ്യാനുള്ളത്. എന്നാൽ വോട്ട് ചെയ്ത ശേഷം യൂൻസിയോ നേരത്തെ കണ്ട വഴിയിലേക്ക് പോവുകയാണ്. യൂൻസിയോയുടെ കൂടെ ജംഗൂണും നാഹിയും പോകുന്നുണ്ട്. അവൾ ആ വഴി ഫോൺ ലൈറ്റിന്റെ വെളിച്ചത്തോടെയാണ് പോകുന്നത്. അങ്ങനെ അവൾ മറ്റൊരു വഴിയിലെത്തി. അവിടെ നിന്ന് അവൾ നേരെ താഴേക്ക് നല്ല ശബ്ദത്തോട് കൂടി വീഴുകയാണ്. ഈ സൗണ്ട് കേട്ട് ജംഗൂണും നാഹിയും പേടിച്ചു. ബോധം വന്ന ശേഷം അവൾ നേരെ നടന്നു പോകുമ്പോൾ അന്ന് കണ്ട ഓഫീസ് റൂം അവൾ ഇന്നും കാണുകയാണ്. പക്ഷെ അവൾ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം അന്ന് പ്രവർത്തിക്കാതെ ഇരുന്ന കമ്പ്യൂട്ടറുകളെല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നത് കണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. ഇപ്പോഴും ആരാണ് മാഫിയ എന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാനായിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.